നമസ്കാരം. നിങ്ങളൊരാളെ അഗാധമായി പ്രണയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വളരെയധികം ഇഷ്ടം തോന്നുന്നൊരു വ്യക്തിയുണ്ട്. പക്ഷെ നിങ്ങളാളെ കണ്ടുമുട്ടിയിട്ടുണ്ടെന്നല്ലാതെ സംസാരിച്ചിട്ടോ അല്ലെങ്കിൽ ഇഷ്ടം തുറന്നു പറഞ്ഞിട്ടോ ഒന്നുമില്ല. നിങ്ങളുടെ ഇഷ്ടം തുറന്നു പറയുമ്പോൾ ആ വ്യക്തി നിങ്ങളെ നിരസിക്കുകയാണോ ചെയ്യുന്നത്, അതോ നിങ്ങളെ സ്വീകരിക്കുകയാണോ ചെയ്യുന്നത്? ജീവിതത്തിൽ നിങ്ങൾക്ക് ഒപ്പം ഉണ്ടാവാൻ സാധിക്കുമോ എന്നുള്ളതാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. 3 കാർഡ്സാണ് നമ്മളിന്ന് എടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാവർക്കും കണക്റ്റ് ആയിക്കൊള്ളണമെന്നില്ല. കണക്റ്റ് ആവുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. രണ്ടാമത്തെ കാർഡ്സാണ് ഇത്. മൂന്നാമത്തെ കാർഡ് നോക്കാം. 3 കാർഡ്സ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റീഡിങ് കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഒന്നാമത്തെ കാർഡ് എന്ന് പറയുന്നത് 6 ഓഫ് വൺസ് ആണ് കിട്ടിയിരിക്കുന്നത്. നിങ്ങൾക്ക് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് നിങ്ങളുടെ ഈ ഒരു കാർഡിലെ മീനിങ് പറയുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരുപാട് കഷ്ടതകൾ, വിഷമങ്ങൾ, സങ്കടങ്ങളിലൂടെ നിങ്ങൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് നല്ലൊരു ചേഞ്ചസ് കാര്യങ്ങൾ കിട്ടാനുള്ള ചാൻസസ് വരുന്നുണ്ട്. നിങ്ങൾ അങ്ങനൊരു കാര്യത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ, കാര്യങ്ങൾ എല്ലാം ലൈഫിൽ വന്ന് സ്റ്റക്കായി നിൽക്കുന്നുണ്ടായിരുന്ന ആൾക്കാരാണ്. അപ്പോൾ അതെല്ലാം മാറി നല്ല രീതിയിലുള്ള ഒരു പുതിയൊരു തുടക്കത്തിലേക്ക് നിങ്ങൾ പോകാനുള്ള എല്ലാ ചാൻസസും ഈ ഒരു കാർഡിൽ കാണുന്നുണ്ട് കേട്ടോ. പല തെറ്റിദ്ധാരണകൾ മാറാം, പഴയ ബന്ധങ്ങളുള്ള പ്രശ്നങ്ങൾ മാറാം, നിങ്ങൾ ഒറ്റയ്ക്ക് അനുഭവിച്ചുകൊണ്ടിരിക്കേണ്ടായിരുന്ന നല്ല സാഹചര്യങ്ങൾ മാറാം. ഇതെല്ലാം നിങ്ങൾ പലപ്പോഴും നിങ്ങൾ ഒറ്റപ്പെട്ട് അല്ലെങ്കിൽ ഒരു ബന്ധത്തിലൊരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി, വീട്ടിലൊരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി, മാനസികമായിട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി, ഇങ്ങനെയെല്ലാം നിന്ന് നിങ്ങൾ നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്ത് പോരാടിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതെല്ലാം മാറി നിങ്ങളൊരു റിലാക്സ് മോഡിലെത്തി നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു നല്ല രീതിയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു വ്യക്തിനെ കണ്ടുമുട്ടുന്നുണ്ടായിരിക്കാം. ഇവരെ ജീവിത പങ്കാളിയായി കിട്ടിയിരുന്നെങ്കിൽ നന്നായിരിക്കാം എന്നൊക്കെ നിങ്ങൾ ആലോചിക്കുന്നുണ്ട്. വേദനകളും തെറ്റിദ്ധാരണകളും എല്ലാം മാറി നിങ്ങൾക്ക് നല്ലൊരു ലൈഫിലേക്ക് പോകാനുള്ള ഒരു ചാൻസസ് കാര്യങ്ങൾ ഇതിൽ കാണുന്നുണ്ട്. കാര്യം ആ വ്യക്തിയോട് പറയുന്നത് അർത്ഥമില്ലായ്മ നിങ്ങൾ കരുതണ്ട. നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ലൊരു പോസിറ്റീവായിട്ടുള്ളൊരു എനർജി കാര്യങ്ങൾ കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു മാറ്റം ആവശ്യമുണ്ട്, നല്ല രീതിയിലൊരു മാറ്റം ആവശ്യമുണ്ടെന്നാണ് ഈ ഒരു കാർഡിൽ പറയുന്നത്. സോ നിങ്ങൾക്ക് നല്ല ഒരു പോസിറ്റീവായിട്ടുള്ളൊരു റിസൾട്ട് തന്നെ കിട്ടും. നിങ്ങൾ അങ്ങനെ ഒരു വ്യക്തിയെ കണ്ടുമുട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പറയാവുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ കാർഡ് പറയുന്നത്. നമുക്ക് രണ്ടാമത്തെ കാർഡ് നോക്കാം. ക്യൂൻ ഓഫ് പെന്റക്കിൾസ് ആണ് അടുത്തൊരു കാർഡ് കിട്ടിയിരിക്കുന്നത്. നിങ്ങൾ കണ്ടുമുട്ടിയിരിക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് സ്നേഹവും സുരക്ഷിതത്വവും അതുപോലെ തന്നെ വിശ്വാസവും ഉത്തരവാദിത്വവും ദീർഘകാലത്തിലുള്ള ഒരു ബന്ധം, പ്രതിബദ്ധത ബന്ധമൊക്കെ നീണ്ടു നിന്ന് പോകാനുള്ള നല്ല രീതിയിലുള്ള ഒരു നിങ്ങളുടെ ലൈഫിൽ നല്ല രീതിയിൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു വ്യക്തിനെ തന്നെയാണ് നിങ്ങൾ കണ്ടുമുട്ടിയിരിക്കുന്നത് കേട്ടോ. മാത്രമല്ല നല്ല രീതിയിലുള്ള വികാരങ്ങൾ, പ്രവൃത്തികൾ നിങ്ങളെ മനസ്സിലാക്കുക, നിങ്ങളുടെ സിറ്റുവേഷൻസ് മനസ്സിലാക്കുക. നിങ്ങളൊരു സ്ഥലത്ത് കാത്തു നിൽക്കുകയാണെങ്കിൽ അതെന്തിനാണ്, എത്ര നേരം, എന്തുകൊണ്ട് നിങ്ങളവിടെ ഒറ്റയ്ക്ക് നിൽക്കണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ മനസ്സിലാക്കാനും നിങ്ങളെ കെയർ ചെയ്യാനും പറ്റുന്ന ഒരു വ്യക്തിനെയാണ് നിങ്ങളിപ്പോൾ കണ്ടുമുട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നല്ല രീതിയിൽ നിങ്ങൾ കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യുക, തുറന്ന് സംസാരിക്കുക, ഉത്തരവാദിത്തങ്ങൾ കാര്യങ്ങൾ നല്ല രീതിയിൽ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള വിശ്വാസം കീപ്പ് ചെയ്യുക. അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കാര്യങ്ങൾ തുറന്ന് പറയുമ്പോൾ അത് നല്ല രീതിയിലായിട്ട് തന്നെ നിങ്ങൾ മുന്നോട്ടേക്ക് പോകാനായിട്ട് ശ്രമിക്കുക. കാരണം ആൾ ഭയങ്കര ജെന്യൂനാണ്, പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്ന ഒരാളാണ്. നിങ്ങൾക്ക് ഫൈനാൻഷ്യലി നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നൊരു വ്യക്തി കൂടിയാണ്. ഈ ഒരു വ്യക്തി മതി ലൈഫിൽ എന്നുള്ള ഒരു ദൃഢ തീരുമാനം എടുത്തിരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. സോ നല്ല രീതിയിൽ ആലോചിച്ചെടുത്തിരിക്കുന്ന ഒരു തീരുമാനമാണ്. നിങ്ങളായിട്ട് അതിലൊരു നെഗറ്റീവ് വരുത്താതിരിക്കാൻ ശ്രദ്ധിക്കുക. ചിലർ താൽക്കാലികമായിട്ട് ഓക്കെ ഇതൊരു ഡിപ്പെൻഡ് ചെയ്യാം എന്ന് വിചാരിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്കത് ഭാവിയിൽ ദോഷം ചെയ്യും. നിങ്ങൾ ഒരു റിലേഷൻഷിപ്പിൽ മുന്നിലേക്ക് പോകണമെന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ കണ്ടുമുട്ടിയ ആളെ നല്ല രീതിയിൽ മനസ്സിലാക്കുക. നിങ്ങൾ മനസ്സിലാക്കാൻ ഒരുപാട് അവസരം നിങ്ങൾക്ക് തരുന്നുണ്ട്. അതുപോലെ തന്നെ ആ അവസരങ്ങളെല്ലാം നല്ല രീതിയിൽ വിനിയോഗിച്ച് നല്ല രീതിയിലുള്ളൊരു വ്യക്തിയാണോ, ഒരുമിച്ച് കഴിഞ്ഞാൽ സക്സസ് ആവുമോ എന്നൊക്കെ ഉള്ളൊരു കണ്ടുമുട്ടലും ഉള്ള സാഹചര്യങ്ങളെല്ലാം നിങ്ങൾ ഇടവഴിക്ക് പോകുന്നുണ്ട്. സോ ഇത് ഒരു അവസരമായിട്ട് സാഹചര്യങ്ങളെ മുന്നിലേക്ക് പോകാനുള്ളൊരു അവസരമായിട്ട് എടുക്കാൻ ശ്രമിക്കുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യാതിരിക്കുക. അത് നിങ്ങൾക്ക് ഭാവിയിൽ ദോഷം ചെയ്യും. ഓക്കെ, ആൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, എന്നെ ഫൈനാൻഷ്യലി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ആളെന്നെ ഡ്രോപ്പ് ചെയ്യുന്നുണ്ട്, ആളെന്നെ കൂടെ വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു സാഹചര്യമായി മാത്രം എടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അത് ഭയങ്കര നെഗറ്റീവായിരിക്കും നിങ്ങളുടെ ലൈഫിൽ. നിങ്ങളത് സ്വീകരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കതിന് തുറന്ന് പറയാനുള്ള അവസരമുണ്ട്. ഇഷ്ടമാണെങ്കിൽ ഇഷ്ടം, ഇല്ലെങ്കിൽ ഇല്ല എന്നുള്ളത്. ആളൊരു ഇഷ്ടം വെച്ചിട്ടാണ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ തുറന്ന് പറയുക, നോ അല്ലെങ്കിൽ യെസ് എന്നുള്ളത്. അത് രണ്ടുമല്ല, ആ ഒരു സാഹചര്യത്തിൽ മെയിൻറ്റെയിൻ ചെയ്യാമെന്ന് പലരും കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആരും ചെയ്യാതിരിക്കുക. അതൊരു നല്ലൊരു കാര്യമാവില്ല. കാരണം നിങ്ങൾക്ക് നല്ലൊരു സുരക്ഷയുള്ളൊരു ബന്ധമാണ്, കരുതലും സ്നേഹവും ഒക്കെ വരുന്നതാണ്, വിശ്വസിക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റുന്നൊരു ബന്ധം കൂടിയാണ്. അപ്പോൾ അവരെ വിശ്വാസവഞ്ചനയിലേക്ക് നിങ്ങൾ ഇറക്കി വിടരുത് കേട്ടോ. അപ്പോൾ ആലോചിച്ച് തീരുമാനിക്കുക.
കൂടുതൽ പക്വതയുള്ള സ്ഥിരമായിട്ടുള്ള ഒരു തീരുമാനം, അങ്ങനെ സ്ഥിരമായിട്ടുള്ളൊരു ജീവിതം, അതൊക്കെയാണ് അവർ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അവരെ വേദനിപ്പിക്കാതെ നല്ലൊരു തീരുമാനം എടുക്കുക. മൂന്നാമത്തെ കാർഡ് നോക്കാം. കാർഡ് എന്ന് പറയുന്നത് 4 ഓഫ് വൺസ് ആണ് കിട്ടുന്നത്. ഇതിലെന്ന് പറയുന്നത് പരസ്പരമായിട്ടുള്ള സ്നേഹം, പരസ്പരമായിട്ടുള്ള ധാരണ, നല്ല വിശ്വാസം, അതുപോലെ തന്നെ സന്തോഷം, കുടുംബപരമായിട്ടുള്ള അംഗീകാരം, നല്ല വിവാഹം, ഒരുമിച്ച് തീരുമാനിക്കാനുള്ള ഒരുമിച്ച് ജീവിക്കാനുള്ള നല്ല തീരുമാനങ്ങൾ, കാര്യങ്ങളെല്ലാം ഈ ഒരു കാർഡിൽ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾ നല്ല രീതിയിൽ ആലോചിച്ചിട്ടൊരു തീരുമാനം എടുക്കണം. നിങ്ങളുടെ സാഹചര്യത്തിനനുസരിച്ച് മാത്രം ആ ഒരു വ്യക്തിനെ ഉപയോഗിക്കരുത്. അങ്ങനെയുള്ളവർക്ക് ബുദ്ധിമുട്ടാവുന്നുണ്ട്. ചിലപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ കടന്നുപോയ ഒരു ട്രോമ നിങ്ങൾക്ക് കിട്ടി, നിങ്ങൾ നല്ല രീതിയിൽ വിഷമിച്ചിരിക്കുന്നുണ്ടായിരിക്കും. ചില നല്ല റിലേഷൻഷിപ്പൊക്കെ നിങ്ങൾ വിചാരിച്ച് നടന്നിട്ട് നിങ്ങൾക്ക് നല്ല രീതിയിലൊരു അടി കിട്ടി, നല്ലൊരു ട്രോമ കാര്യങ്ങളിൽ നിങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നല്ല ഫസ്റ്റത്തെ കാർഡ് എന്ന് പറയുന്നത് നമുക്ക് ഞാൻ പറഞ്ഞു, നല്ല ഉചിതമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കണം, മുന്നോട്ട് പോകാനുള്ള അവസരമാണ്. രണ്ടാമത്തെ കാർഡ് എന്ന് പറയുന്നത് സ്ഥിരതയും നല്ല സ്ഥിരതയുള്ള നല്ലൊരു ബന്ധം കിട്ടാനുള്ള ഒരു കാർഡാണ്. മൂന്നാമത്തെ കാർഡ് എന്ന് പറയുന്നത് സന്തോഷം, സ്ഥിരമായിട്ടുള്ള ഒരു ബന്ധത്തിൽ നല്ലൊരു മുന്നേറ്റം. ഇതാണ് ഈ 3 കാർഡിൽ പറയുന്നത്. അപ്പോൾ ആദ്യത്തെ 2 കാർഡും പറഞ്ഞതുപോലെ തന്നെ ചിലർ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നുണ്ടായിരിക്കും ഒരു വിഷമത്തിൽ നിന്ന് ഇനി മുന്നിലേക്ക് പോകണമെന്നുള്ളത്. നിങ്ങൾക്ക് മുന്നിലേക്ക് പോകാനുള്ളൊരു അവസരമാണിത്. മുന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ സാഹചര്യങ്ങളെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ളൊരു സാഹചര്യമാക്കിയിട്ട് മാത്രം ഈ ഒരു വ്യക്തി ഉപയോഗിക്കരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നല്ല കരുതലുള്ളൊരു സ്നേഹമാണത്, നല്ല കരുതലുള്ളൊരു ബന്ധമാണ്, നല്ല ദൃഢമായിട്ട് മുന്നിലേക്ക് പോകണം എന്നുള്ളൊരു വിശ്വാസമുള്ളതാണ്. ദീർഘകാലം നിങ്ങൾക്കത് കിട്ടുന്നൊരു ബന്ധമാണ്. അത് ലോങ് ലൈഫിൽ നിങ്ങൾക്ക് ആ ഒരു വ്യക്തി ഉണ്ടായിരിക്കും. അപ്പോൾ മൂന്നാമത്തെ കാർഡ് എന്ന് പറയുന്നത് അതുപോലെ തന്നെയാണ്, അംഗീകാരം, സെലിബ്രേഷൻസ്, നല്ലൊരു വിവാഹം, നല്ലൊരു സന്തോഷം, അംഗീകാരം എല്ലാം നിങ്ങളുടെ ലൈഫിൽ, നിങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യമാണ് ഈ ഒരു കാർഡിൽ പറയുന്നത്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒരു വ്യക്തിയെ കണ്ടുപിടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിലെ ഇഷ്ടം കാര്യങ്ങളൊക്കെ തുറന്ന് പറയുക, തീർച്ചയായിട്ടും അത് അംഗീകരിക്കും. അതിനുള്ളൊരു ടൈം പീരീഡിലൂടെ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ വീട്ടുകാരാണെങ്കിലും അംഗീകരിക്കാനുള്ള എല്ലാ ചാൻസസ് കാര്യങ്ങളും കാണുന്നുണ്ട്. നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുക. നല്ല രീതിയിലുള്ള ഒരു തുടക്കമാവട്ടെ ഇത് ലൈഫിൽ. നിങ്ങൾക്ക് നല്ല രീതിയിൽ ആഗ്രഹിക്കുന്ന സന്തോഷങ്ങളും കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ലൈഫിൽ വരട്ടെ. നല്ല ഹാപ്പിയായി നല്ലൊരു മാരേജ് നിങ്ങൾക്ക് കിട്ടട്ടെ. ദീർഘകാലം നിങ്ങൾ സന്തോഷമായിട്ട് തന്നെ ഇരിക്കട്ടെ. ഇത് നിങ്ങളായിട്ട് കണക്റ്റ് ആവുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഏതെങ്കിലും സുഹൃത്തുക്കളായിട്ട് കണക്റ്റ് ആവുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരെ കമൻറ്റ് ചെയ്യാവുന്നതാണ്, മെൻഷൻ ചെയ്യാവുന്നതാണ്, ഷെയർ ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് ആരോടെങ്കിലും ഇഷ്ടം തോന്നുന്നുണ്ടെങ്കിൽ അവർക്കും ഇത് ഷെയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു കാർഡായിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.